നൂറുകണക്കിന് പ്രവർത്തകർ ഇപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് തള്ളിക്കയറാൻ ശ്രമിക്കുകയാണ്. തൊട്ടപ്പുറത്തായി 34 ദിവസമായി സമരമിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിക്കുകയാണോ അവിടെ പ്രവർത്തകർക്ക് നേരെ? തീർച്ചയായിട്ടും ജലപീരങ്കി പ്രയോഗമാണ് പോലീസിന്റെ ഭാഗത്ത് ഇപ്പോൾ ഉണ്ടാകുന്നത്. സമരം ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമായി കൊണ്ട്, അല്ലെങ്കിൽ കൃത്യമായി പറഞ്ഞാൽ യുവമോർച്ച കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടത്തുന്ന സമരമാണ്. കഴിഞ്ഞ ദിവസം സംസ്ഥാന വ്യാപകമായി തന്നെ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധം തന്നെയായിരുന്നു സർക്കാരിനെതിരെ നടത്തിയത്. കൃത്യമായ നിയമനം നടക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ പ്രതിഷേധ സമരം സെക്രട്ടേറിയറ്റ് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. സമാധാനപരമായി തുടങ്ങിയ യുവമോർച്ചയുടെ പ്രതിഷേധ സമരത്തിന് നേരെയാണ് ഇപ്പോൾ പോലീസ് ജലപീരങ്കി പ്രയോഗം നടത്തിയിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പ്രവർത്തകർ ഈ ഗേറ്റിന് മുന്നിലെത്തിയതിനു ശേഷം ബാരിക്കേഡുകൾ തകർത്ത് അകത്തേക്ക് കയറാൻ, സെക്രട്ടേറിയറ്റിലേക്ക് കയറാൻ ശ്രമിക്കുന്നു. ആ ഘട്ടത്തിലാണ് പോലീസ് ജലപീരങ്കി നടത്തുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് മോർച്ചയുടെ ഭാഗത്ത് ഉണ്ടാകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. 2 തവണ പോലീസ് ജലപീരങ്കി പ്രയോഗം നടത്തി കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷം പ്രവർത്തകർ ഇപ്പോഴും പിരിഞ്ഞു പോകാൻ തയ്യാറാകാതെ വലിയ പ്രതിഷേധം തന്നെയാണ് ഉയർത്തുന്നത്. കഴിഞ്ഞ ദിവസം അടക്കം ശക്തമായ പ്രതിഷേധം യുവമോർച്ചയുടെ ഭാഗത്തുണ്ടായി. ഇന്ന് 3-ാം ദിവസമാണ് നിരന്തരമായി സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് ഇത്തരത്തിൽ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നത്. കാരണം പല ഘട്ടങ്ങളിലും സർക്കാരിന് മുന്നിൽ ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചകളൊക്കെ തന്നെ PSC ഉദ്യോഗാർത്ഥികൾക്കുള്ള നിയമനം കൃത്യമായി സംസ്ഥാന സർക്കാർ നടത്താത്ത ഒരു സാഹചര്യം, ആ ചർച്ചകളൊക്കെ തന്നെ പരാജയപ്പെടുന്ന ഘട്ടത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോയി. ഈ ഒരു സാഹചര്യത്തിലാണ് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംസ്ഥാന വ്യാപകമായി ഉണ്ടായിരുന്നത്. ആ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം അടിച്ചമർത്താനുള്ള ഒരു ശ്രമമായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും VD സതീശൻ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിനെതിരെ തന്നെയാണ് യുവമോർച്ച തുടർച്ചയായി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തുടരുന്ന ഒരു സമരം. ഇന്ന് 3-ാം ദിവസം സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് യുവമോർച്ചയുടെ പ്രതിഷേധ സമരം എത്തുമ്പോൾ ആ 3-ാം ദിവസത്തെ പ്രതിഷേധ സമരത്തിന് നേരെയും വലിയ രീതിയിലുള്ള ഏകപക്ഷീയമായ നടപടി തന്നെയാണ് പോലീസിന്റെ ഭാഗത്ത് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പ്രതിഷേധം ശക്തമായി തന്നെ തുടരുകയാണ്. പ്രവർത്തകർ ആരും പിരിഞ്ഞു പോകുന്നില്ല. സമര ഗേറ്റിന് മുന്നിലെ ബാരിക്കേഡിൽ മുന്നിൽ പ്രവർത്തകർ വലിയ രീതിയിൽ പ്രതിഷേധവും മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് നിൽക്കുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശക്തമായ പ്രതിഷേധം തന്നെയാണ് പ്രവർത്തകരുടെ ഭാഗത്ത് ഇപ്പോൾ ഉണ്ടാകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. യുവമോർച്ച സൗത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇന്നത്തെ പ്രതിഷേധം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ശക്തമായ പ്രതിഷേധം വിവിധ ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ പോലീസ് ഏകപക്ഷീയമായി ലാത്തിക്കൊണ്ട് അടിച്ചമർത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. യുവമോർച്ചയുടെ പ്രവർത്തകർ അടക്കമുള്ളവർ ബാരിക്കേഡിന് മുകളിൽ കയറി നിന്ന് വലിയ പ്രതിഷേധം തന്നെയാണ് ഉയർത്തുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പ്രവർത്തകർ ഇപ്പോഴും പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. പോലീസ് 2 തവണ പോലീസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗം നടത്തുന്നു. ആ ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. പ്രവർത്തകർ ഇപ്പോഴും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തുന്നു. കഴിഞ്ഞ 3 ദിവസമായി പോലീസ് ഏകപക്ഷീയമായ നടപടി. പ്രവർത്തകർ സമരഗേറ്റിന് മുന്നിലേക്ക് എത്തുമ്പോൾ തന്നെ ലാത്തി വീശുന്ന കാഴ്ചയായിരുന്നു കഴിഞ്ഞ ദിവസം കാണാൻ സാധിച്ചത്. വീണ്ടും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു. വീണ്ടും ജലപീരങ്കി പ്രയോഗം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. പ്രവർത്തകർ ഒരുമിച്ച് കൂടി നിന്നുകൊണ്ട് ജലപീരങ്കി പ്രയോഗത്തെ പ്രതിരോധിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വലിയ പ്രതിഷേധം തന്നെയാണ് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് നടക്കുന്നത്. 3-ാം ദിവസമാണ് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം നടക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇത് 3-ാം ഘട്ടത്തിൽ ഇപ്പോൾ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗം നടത്തിയിരിക്കുന്നു. ഇപ്പോഴും പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നില്ല. ഇന്ന് വലിയ പ്രതിഷേധം പ്രവർത്തകർ ഉയർത്തുന്നു. സമരഗേറ്റ് മുകളിൽ കയറി നിന്ന് പ്രതിഷേധം ഉയർത്തുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ 3 ദിവസമായി ശക്തമായ സമരം. കഴിഞ്ഞ ദിവസം സംസ്ഥാന വ്യാപകമായി യുവമോർച്ചയുടെ നേതൃത്വത്തിൽ സമരം നടത്തുന്നു. ആ സമരത്തെയൊക്കെ പോലീസ് ലാത്തി വീശി മുഷ്ടിയിലൂടെ അടിച്ചമർത്താനുള്ള ശ്രമം നടത്തുന്നു. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു പ്രവർത്തകർ ജലപീരങ്കി പ്രയോഗത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹത്തെ ആശുപത്രിയിൽ മാറ്റാനുള്ള ശ്രമം പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ജലപീരങ്കി പ്രയോഗത്തിലാണ്
ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു പ്രവർത്തകനെ പരിക്കേറ്റിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായിരുന്നാലും വലിയ പ്രതിഷേധം യുവമോർച്ചയുടെ വനിതാ പ്രവർത്തകരടക്കം മറ്റു പ്രവർത്തകരടക്കമുള്ളവർ ഇവിടെ നടത്തുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു, പ്രവർത്തകർ വലിയ രീതിയിൽ പ്രതിഷേധമുയർത്തുന്നു. ഇപ്പോൾ നിലവിൽ മൂന്നാം ഘട്ടത്തിലേക്ക് ജലപീരങ്കി പ്രയോഗം നടത്തിയതിലൂടെ ഒരു പ്രവർത്തകന് പരിക്കേറ്റുന്ന ദൃശ്യം തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത്.